യൂട്യൂബർ തൊപ്പിക്കും സംഘത്തിനുമെതിരായ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു സൈബർ പോലീസ്. കൊച്ചി സിറ്റി സൈബർ പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. റിപ്പോർട്ട് സംസ്ഥാന സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന് നൽകും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കും. ലഹരി മരുന്ന് ഉപയോഗം, അശ്ലീല പ്രചരണം, പോക്സോ, ലൈംഗിക ചൂഷണം തുടങ്ങിയ പരാതികളിലാണ് അന്വേഷണം. നിതിൻ സേവ്യറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ സേവ്യർ, എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണോ ഈ തൊപ്പിയും സംഘവും പ്രചരണങ്ങൾ നടത്തുന്നത്? അതാണോ പോലീസിന് ലഭിച്ച പരാതിയുടെ രത്നച്ചുരുക്കം? പോലീസ് ഏതു മട്ടിൽ, ഏത് തട്ടിലാണ്, ഏത് വകുപ്പുകളിലൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ വന്നാൽ തൊപ്പി കുടുങ്ങാനുള്ള സാധ്യതയുണ്ടോ നിതിൻ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക കൂട്ടായ്മയുള്ള, പ്രത്യേകിച്ച് അതിൽ കൂടുതലും ഈ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളൊക്കെയാണുള്ളത്. 25 വയസ്സിന് താഴേക്ക്, 18 വയസ്സിന് താഴേക്കുള്ള കുട്ടികളാണ് ഇവരുടെ ലൈവ് സ്ട്രീമിങ്ങുകളൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരം കുട്ടികളിലേക്ക് എത്തുന്ന സന്ദേശം എന്താണ് എന്നാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും അല്ലെങ്കിൽ പോക്സോ അടക്കമുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിലാണ് ഇപ്പോൾ യൂട്യൂബറും ബ്ലോഗറുമായ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് നിഹാലിനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിനുമെതിരായ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. DGPക്ക് അടക്കം പരാതികൾ ലഭിച്ചിരുന്നു. തുടർന്നാണ് DGP ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. സംസ്ഥാന സൈബർ ഓപ്പറേഷൻ വിഭാഗമാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കൊച്ചി സിറ്റി സൈബർ പോലീസിന് സംസ്ഥാന ഓപ്പറേഷൻ വിഭാഗം, സൈബർ ഓപ്പറേഷൻ വിഭാഗം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സൈബർ പോലീസ്, കൊച്ചി സിറ്റി സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇവരുടെ സോഷ്യൽ മീഡിയയിലെ ലൈവുകളും മറ്റുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ലഹരി മരുന്ന് ഉപയോഗവും പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ MRC എന്ന് പറഞ്ഞൊരു ഗ്യാങ് ആയിരുന്നു. ആ ഗ്യാങ്ങിൽ നിന്നും പുറത്തുപോയ ചില ആളുകളാണ് തൊപ്പിക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ തൊപ്പിയും ഇവർക്കെതിരെയും കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തെളിവായി പല വീഡിയോകളും, ആ വീഡിയോകൾ പലതും കണ്ടാൽ അറയ്ക്കുന്ന അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ്. അപ്പോൾ ആ വീഡിയോകളൊപ്പം ലഹരി മരുന്ന് ഉപയോഗം, ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് പോക്സോ അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ പ്രതികളാക്കപ്പെടുമോ എന്ന കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് സംസ്ഥാന സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന് വൈകാതെ തന്നെ നൽകും. അതിനുശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകളിൽ ഇവർക്കെതിരെ കേസെടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ നിശ്ചയമായും നിയമ നടപടി ഉണ്ടാവുക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടമൊക്കെ സർക്കാരും നമ്മളടക്കമുള്ള മാധ്യമങ്ങളും നടത്തുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ ആരെങ്കിലും ഇറക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.